എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ കാസർഗോഡ് ജില്ലയിലുണ്ടായ എൻഡോസൾഫാൻ ദുരന്തത്തെപ്പറ്റി നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കില്ല. അത്രയേറെ ഭീകരമായിരുന്നു അത്. മനുഷ്യർക്കും പ്രകൃതിക്കും വരുത്തിവെച്ച ദുരന്തം. അതിൻ്റെ വ്യാപ്തി അളക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഈ അവസരത്തിലാണ് സോഷ്യൽ ആക്ടിവിസ്റ്റായ ദയാഭായി കാസർഗോഡിനെ വീണ്ടെടുക്കുവാനായി ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് വരുന്നത്. അത് കേരളത്തിൻ്റെ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ കാതുകളിൽ എത്തണമെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്. അമ്മയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. അതോടൊപ്പം അമ്മയുടെ ഈ ദൗത്യത്തിൽ നമുക്കും കൈകോർക്കാം. വളരെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാഹിബിനോട് ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ ആദ്യം കാസർഗോഡ് വന്നപ്പോൾ മുതലേ ഈ പേര് കേട്ട് വളരെ നല്ലൊരു ഇംപ്രഷൻ തോന്നി. കുറേ അമ്മമാരെ ഞാൻ കണ്ടു, ഒരു സെൻറ്റർ കണ്ടു. താങ്കളുടെ സഹായം കൊണ്ട് ഒത്തിരി നന്മ കിട്ടിയിട്ടുള്ള ഇന്നിപ്പോൾ ഞാൻ ആയിരങ്ങളായ മക്കളുടെ, അതും ആശാഹീനരായിട്ട് അരജീവിതം ജീവിക്കുന്ന ഒരു കൂട്ടർക്ക് 18 ദിവസം നിരാഹാരം കിടന്നിട്ടും ഒന്നും നേടിയില്ല എന്ന് എനിക്ക് പറയാം, ഒരു കടലാസല്ലാതെ. അതുകൊണ്ട് വളരെയധികം പ്രതീക്ഷയോടുകൂടെ ഞാൻ നിങ്ങളെ സമീപിക്കുകയാണ്. ഇപ്പോൾ ഒരു നല്ലൊരു സ്ഥാനത്തും കൂടെ ഉള്ളപ്പം ഞങ്ങളുടെ കാസർഗോഡിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് എയിംസ് ഇവിടെ കൊണ്ടുവരാൻ മാക്സിമം ശ്രദ്ധിക്കുകയും, പിന്നെ ഞാൻ എൻ്റെ കൊച്ചു ശ്രമത്താൽ അവിടെ കുറച്ച് കുട്ടികൾക്ക് തെറപ്പിയൊക്കെ കൊടുക്കാനായിട്ടും ഒരു സെൻറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ സ്വന്തം സ്ഥലം പോലും ഇല്ല. വാടകയിൽ ഇപ്പം തുടങ്ങി. ഞങ്ങളെയും അനുഗ്രഹിക്കണം. പക്ഷേ കാസർഗോഡ് എയിംസ് കൊണ്ടുവരാൻ ഞാൻ പ്രത്യേകം ആഗ്രഹിക്കാനുള്ള കാര്യം, എയിംസ് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിൽ വളരെ പേരെ അവിടെ കൊണ്ടുപോയി നല്ല സേവനം അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇന്ന് കാസർഗോഡിൻ്റെ ആവശ്യം, ഇന്നിവിടെ നല്ല ജോലിയിലും ചുമതലയിലും ഉള്ളവർ പോലും അവരെ എഴുതിത്തള്ളുന്ന, എൻഡോസൾഫാൻ വിക്ടിംസ് എന്നുള്ളതിൽ നിന്നും എഴുതിത്തള്ളുന്ന ഒരു സ്ഥലത്ത് അവർക്ക് പ്രതീക്ഷയില്ല. അപ്പം ഇവർക്ക് നല്ല രീതിയിലുള്ള റിസർച്ചും ഡയഗ്നോസിസും ആണ് ആവശ്യം. അത് കഴിഞ്ഞ് ചികിത്സ, അത് ചെയ്യാൻ എയിംസ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം സാധിക്കാൻ മാക്സിമം ട്രൈ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും ഈ ഒരു ചെറിയ പ്രാർത്ഥന നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നു. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഇവർക്കും അവർക്ക് പറ്റുന്ന പോലെയുള്ളത്, അവരുടെ സാധ്യതകൾ വികസിപ്പിച്ച് ഒരു പൂർണ്ണ ജീവിതം പറ്റുന്ന രീതിയിൽ കൊടുക്കാൻ സാധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദയവ് ചെയ്ത് ഞങ്ങളെ കേൾക്കണമേ.